പ്രതിസന്ധിയുടെ കാതൽ കിടക്കുന്നത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിലാണ്. ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുകയും മേഖലയിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തതോടെ ഈ പാത ഇപ്പോൾ ഭാഗികമായി തടസ്സപ്പെട്ടിരിക്കുകയാണ്. യുദ്ധം തുടർന്നാൽ ഈ പാത പൂർണ്ണമായും തടസ്സപ്പെടുകയും ചെയ്തേക്കാം. ലോകത്തെ പ്രധാനപ്പെട്ട ധാന്യ കയറ്റുമതി രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പലുകൾ സഞ്ചരിക്കുന്നത് ഇതുവഴിയാണ്. റഷ്യ യുക്രൈൻ യുദ്ധം ഇതിനകം തന്നെ ആഗോള ഭക്ഷ്യവിപണിയെ തകർത്തിട്ടുണ്ട്. അതിന്റെ മുറിവുകൾ ഉണങ്ങുന്നതിന് മുൻപാണ് പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ പുതിയൊരു യുദ്ധമുഖം തുറന്നിരിക്കുന്നത്. ഗോതമ്പ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന ഭക്ഷ്യധാന്യങ്ങളുടെ നീക്കം തടസ്സപ്പെടുന്നതോടെ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ദശലക്ഷക്കണക്കിന് മനുഷ്യർ പട്ടിണിയിലാകുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. കേവലം ഒരു പ്രാദേശിക തർക്കമല്ല, മറിച്ച് ലോകത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായി ഈ യുദ്ധം മാറുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൃഷിക്കാവശ്യമായ വളത്തിന്റെ ലഭ്യതയാണ്. ആധുനിക കൃഷി രീതിയിൽ ഒഴിച്ചുകൂടാനാവാത്ത നൈട്രജൻ അധിഷ്ഠിത വളങ്ങളുടെ ഉൽപ്പാദനത്തിന് പ്രകൃതിവാതകം അത്യാവശ്യമാണ്. ഇറാൻ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളാണ് ലോകത്തിന് ആവശ്യമായ പ്രകൃതിവാതകത്തിന്റെ വലിയൊരു ഭാഗം നൽകുന്നത്. ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ഈ ഉൽപാദന കേന്ദ്രങ്ങളെയും വിതരണ ശൃംഖലകളെയും ലക്ഷ്യം വെക്കുമ്പോൾ വളത്തിന്റെ വില ആഗോളതലത്തിൽ അനിയന്ത്രിതമായി ഉയരും. വളത്തിന്റെ വില കൂടുമ്പോൾ കർഷകർ കൃഷിയിൽ നിന്ന് പിന്തിരിയുകയും ഉൽപാദനം കുറയുകയും ചെയ്യും. ഇത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കടുത്ത ഭക്ഷ്യക്ഷാമത്തിന് കാരണമാകും. ഇസ്രായേൽ നടത്തുന്ന ഈ യുദ്ധനീക്കങ്ങൾ പരോക്ഷമായി ലോകമെമ്പാടുമുള്ള കർഷകരുടെയും സാധാരണക്കാരുടെയും വയറ്റത്തടിക്കുന്ന നടപടിയാണെന്നും വിദഗ്ധർ പറയുന്നു.